നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ എളേടത്ത് തൈക്കാട്ടു മൂസന്മാരെ കുറിച്ചാണ്. വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു കഥയാണ് എളേടത്ത് തൈക്കാട്ടു മൂസന്മാർ. അഷ്ടവൈദ്യന്മാരിൽ ഒട്ടും അപ്രധാനരല്ലാത്ത എളേടത്ത് തൈക്കാട്ടു മൂസന്മാരുടെ ഇല്ലം കൊച്ചി സംസ്ഥാനത്ത് തൃശ്ശിവപ്പേരൂർ താലൂക്കിൽ ഒല്ലൂർ തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് ഒരു നാഴിക തെക്ക് തൈക്കാട്ടുശ്ശേരി എന്ന ദേശത്താണ്. ഈ ഇല്ലക്കാര് മലയാള ബ്രാഹ്മണരെന്നൊരു വകക്കാരുണ്ടായ കാലത്തു തന്നെ പെരുമനം ഗ്രാമത്തിലെ വൈദ്യന്മാരായി ശ്രീ പരശുരാമനാൽ നിയമിക്കപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ള കേട്ടുകേൾവിയല്ലാതെ ഇവരുടെ പൂർവചരിത്രമറിയുന്നതിന് ശരിയായ ലക്ഷ്യമൊന്നും ഇപ്പം കാണുന്നില്ല. അതിനാൽ ഇപ്പോൾ ആ ഇല്ലത്തുള്ള വലിയ മൂസന്മാരുടെ പ്രപിതാമഹന്മാർ മുതൽക്കുണ്ടായിരുന്ന ചില മഹാന്മാരെക്കുറിച്ച് മാത്രം പറയാനേ ഇപ്പം നിവർത്തിയുള്ളൂ. ഇപ്പോഴുള്ള വലിയ മൂസന്മാരുടെ പ്രപിതാമഹനും അദ്ദേഹത്തിൻ്റെ അനുജനുമായി 2 മൂസന്മാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുപോലെ വിദ്വാൻമാരും വൈദ്യശാസ്ത്ര നിപുണരുമായിരുന്നു. എങ്കിലും അവരിൽ ജ്യേഷ്ഠനായ പരമേശ്വരൻ മൂസിന് ചില സമയങ്ങളിൽ സ്വൽപ്പമൊരു ഉന്മാദത്തിൻ്റെ ഛായ ഉണ്ടാകാറുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ രോഗികൾ ചെല്ലുവോ, രോഗികളെ കാണിക്കാനായി അദ്ദേഹത്തെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോവുകയോ ഒന്നും ചെയ്യാറില്ല. അതെല്ലാം അനുജൻ മൂസിനെ കൊണ്ടാണ് എല്ലാവരും നിർവഹിച്ചിരുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് മലബാറിലിരിക്കുന്ന പൂമുള്ളിമന മേൽപ്പറഞ്ഞ മൂസന്മാരുടെ കാലത്ത് ഊരകത്ത് ക്ഷേത്രത്തിന് സമീപത്തൊരു സ്ഥലത്തായിരുന്നു. അവിടെ ഒരു നമ്പൂരിപ്പാട്ടിലേക്ക് എന്തോ സുഖക്കേടാവുകയാൽ അനുജൻ മൂസിനെ കൂട്ടിക്കൊണ്ടു ചെല്ലാനായി എളേടത്ത് തൈക്കാട്ടേക്ക് ആളെ അയച്ചിരുന്നു. ആ ആള് അവിടെ ചെന്നപ്പോൾ അനുജൻ മൂസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ ചെന്നയാളോട് ജ്യേഷ്ഠൻ മൂസ് പറഞ്ഞു, അനുജൻ ഇപ്പം ഇവിടെ ഇല്ല, വരുമ്പോൾ വിവരം പറയാം, ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ ചെന്നയാൾ പറഞ്ഞു, ഹേയ് അത് വേണ്ട, അനുജൻ മൂസിനെ കൊണ്ടു ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കണത്. അതിനാൽ അദ്ദേഹം വരുമ്പോൾ വിവരം പറഞ്ഞാൽ മതി എന്ന് പറയുകയും ഉടനെ അയാൾ പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ പരമേശ്വരൻ മൂസിന് ദുസ്സഹായ മനസ്താപം ഉണ്ടായി. കഷ്ടം, ഈശ്വര, എൻ്റെ സ്ഥിതി ഇങ്ങനെയായി പോയല്ലോ. ശാസ്ത്രങ്ങൾ അനുജൻ പഠിച്ചിട്ടുള്ളതിൽ ഒട്ടും കുറയാതെ ഞാനും പഠിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ അടുക്കൽ ദീനക്കാരാരും വരുന്നില്ല, എന്നെ ആരും എങ്ങും കൊണ്ടുപോകുന്നുമില്ല. ഇവിടെ വന്നയാൾ തന്നെ ഞാൻ ചെല്ലണ്ടെന്നും അനുജൻ ചെന്നാൽ മതിയെന്നുമാണല്ലോ പറഞ്ഞത്. ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥിതിയിൽ ഇനി എന്തിനാ ജീവിച്ചിരിക്കണത്? എനിക്ക് ഇങ്ങനെ വന്നത് ഈശ്വരാനുകൂല്യം ഇല്ലാഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ. അതിനാൽ യഥാശക്തി ഈശ്വരനെ സേവിക്കാം എന്നിങ്ങനെ വിചാരിച്ച് തീർച്ചയാക്കിയും അടുത്ത ദിവസം തന്നെ അദ്ദേഹം പെരുമന ക്ഷേത്രത്തിൽ ഭജനം തുടങ്ങുകയും ചെയ്തു. ആ ഭജനം വലിയ നിഷ്ഠയോടുകൂടിയായിരുന്നു എന്ന് മാത്രമല്ല, അത് അദ്ദേഹം ഒരു വ്യാഴവട്ടം, അതായത് 12 സംവത്സരം, അത് മുഴുവനും നിർവിഘ്നമായി നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ 12ാമത്തെ കൊല്ലത്തിൽ ശാല്യന്ന ഭക്ഷണം കൂടാതെയായിരുന്നു ഭജനം. അങ്ങനെ ഭജനം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനുണ്ടായിരുന്ന ചിത്തഭ്രമം നിശ്ശേഷം ഭേദപ്പെടുകയും ബുദ്ധി ചാണയിൽ തേച്ചു മിനുക്കിയ രത്നം പോലെ പൂർവാധികം തെളിയുകയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രതിദിനം രോഗികൾ സംഖ്യയില്ലാതെ വന്നു തുടങ്ങിയും അദ്ദേഹത്തിൻ്റെ ചികിത്സകൾ ഒന്നും തെറ്റാതെ എല്ലാം ശരിയായി ഫലിച്ചു തുടങ്ങിയും അത് നിമിത്തം അദ്ദേഹത്തിൻ്റെ ഖ്യാതി ലോകത്തിൽ അങ്ങോട്ട് വ്യാപിക്കുകയും ചെയ്തു. അക്കാലത്ത് എളേടത്ത് തൈക്കാട്ടില്ലത്തിന് സമീപം തന്നെയുള്ള ആലക്കാട്ട് ചുവ്വര മനയ്ക്കലെ ഒരു നമ്പൂരിക്ക് തുടയിൽ ഒരു വക ചൊറി തുടങ്ങി. ഉടനെ നമ്പൂരി അത് പരമേശ്വരൻ മൂസിനെ കാണിച്ചു.
അപ്പോ മൂസു പറഞ്ഞു, ഹേയ്, ഇത് കേവലം നിസ്സാരായിട്ടുള്ള ചൊറിയല്ല. ക്രമേണ ഇത് ദേഹം മുഴുവനും അങ്ങോട്ട് വ്യാപിക്കും. ഒടുക്കം അപായകരമായി തീരുകയും ചെയ്യും എന്നു മാത്രം പറഞ്ഞു. പക്ഷേ ചികിത്സ ഒന്നും പറഞ്ഞില്ല. അതിനാൽ നമ്പൂരിക്ക് ദുസ്സഹമായ മനസ്താപം ഉണ്ടായി. ഈ നമ്പൂരി ഏറ്റവും സുന്ദരനും യൗവനയുക്തനുമായിരുന്നു. അദ്ദേഹം വ്യസനം സഹിക്കവയ്യാതെയായിട്ട് മൂസ എന്നോട് ഇപ്രകാരം പറഞ്ഞുവെന്നും ചികിത്സയൊന്നും പറഞ്ഞില്ല എന്നുമുള്ള വിവരം പലരോടും അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടവരെല്ലാം പറഞ്ഞു, ഹേയ്, മൂസ ചികിത്സയൊന്നും പറഞ്ഞു തന്നില്ലേ? എന്നാൽ ഇനി അതിനെക്കുറിച്ചൊന്നും വിചാരിക്കാനില്ല. പരമേശ്വരൻ മൂസ പറഞ്ഞാൽ അതൊരിക്കലും തെറ്റില്ല എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി. എങ്കിലും ആ നമ്പൂരിയുടെ സ്നേഹിതനായ മറ്റൊരു നമ്പൂരി പറഞ്ഞു, ഹേയ്, അങ്ങനെ തീർച്ചയാക്കണ്ട. ഈശ്വരൻ വിചാരിച്ചാൽ അസാധ്യമായിട്ട് ലോകത്തിൽ യാതൊന്നുമില്ല. അങ്ങ് ആദിത്യ നമസ്കാരം തുടങ്ങണം, സുഖം കിട്ടും എന്നു പറഞ്ഞു. അങ്ങനെ ആ സ്നേഹിതൻ പറഞ്ഞതിനെ നമ്പൂരി പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കുകയും അടുത്ത ദിവസം തന്നെ ആദിത്യ നമസ്കാരം തുടങ്ങുകയും ചെയ്തു. കഠിന നിഷ്ഠയോടുകൂടിയാണ് നമ്പൂരി ആദിത്യ നമസ്കാരം നടത്തിയത്. ഉദയം മുതൽ കിഴക്കോട്ട് 1008, ഉച്ച തിരിഞ്ഞാൽ പടിഞ്ഞാട്ട് 1008, ഇങ്ങനെ പ്രതിദിനം 2016 നമസ്കാരം വീതമായിരുന്നു പതിവ്. എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ മൂഴോക്കരി വച്ച് ആദ്യത്തിന് നിവേദിച്ചിട്ട് ആ ചോറ് ഉപ്പുകൂടാതെ ഭക്ഷിക്കും. പിന്നെ വെള്ളം കുടിക്കുക പോലും ചെയ്യാറുമില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. ഇങ്ങനെ ഒരു 41 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്പൂരിയുടെ ദേഹം കരിക്കട്ട പോലെ കറക്കുകയും കറുത്തതായ ആ ഒരടുക്ക് തൊലി ദേഹത്തിൽ നിന്ന് പൊളിഞ്ഞു പോവുകയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ചൊറി നിശ്ശേഷം പോവുകയും ചെയ്തു. എന്നു മാത്രമല്ല, അദ്ദേഹം പൂർവാധികം സുന്ദരനായി ഭവിക്കുകയും ചെയ്തു. നമ്പൂരി സ്വസ്ഥ ശരീരനായി തീർന്നതിൻ്റെ ശേഷം അദ്ദേഹം ആ വിവരം മൂസിനോട് ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മൂസ് പറഞ്ഞു, ഞാൻ ഈശ്വരനല്ല. മരുന്ന് സേവിച്ചാൽ സാധ്യങ്ങളായിട്ടുള്ള രോഗങ്ങൾ മാത്രമേ ഭേദപ്പെടുത്തുള്ളൂ ഞാൻ. ഈശ്വരനെ സേവിച്ചാൽ അസാധ്യ രോഗങ്ങളും ഭേദപ്പെടും. ഈശ്വരൻ സർവശക്തനാണ്. അവിടേക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഇതൊക്കെ വിചാരിച്ചാണ് ഞാനന്ന് അങ്ങനെ പറയുകയും ചികിത്സയൊന്നും പറയാതിരിക്കുകയും ചെയ്തത്. ഞാനന്ന് ചികിത്സ വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങ് അത് ചെയ്യുകയല്ലാതെ ആദിത്യ നമസ്കാരം തുടങ്ങുകയില്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണല്ലോ. ചികിത്സ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ ദീനം ഭേദമാകാതെ അങ്ങ് ഇതിനു മുമ്പ് മരിക്കുമായിരുന്നു. അതിനിടയാകാതെ ഇപ്പോൾ സുഖായല്ലോ, സന്തോഷായി എന്നാണ് മൂസ് മറുപടി പറഞ്ഞത്. അങ്ങനെ ആ നമ്പൂരി പിന്നെയും വളരെ കാലം സസുഖം അങ്ങോട്ട് ജീവിച്ചു. ഈ പരമേശ്വരൻ മൂസ് പെരുമനത്ത് ക്ഷേത്രത്തിലെ ഭജനം കാലം കൂടിയ കാലത്ത് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കൾ ഭജനം തുടങ്ങി. ഒരിക്കൽ അദ്ദേഹം ഗുരുവായൂർക്ക് പോയപ്പോൾ മധ്യേമാർഗം 3 ആളുകളെ മാലകൾ അണിയിച്ച് വാദ്യാഘോഷത്തോടുകൂടി കൊണ്ടുപോകുന്നത് കണ്ടു. അവരിൽ ഒരുവൻ ഈഴവനും 2 പേര് മുഹമ്മദീയരുമായിരുന്നു. അവരെ പുനത്തൂർ രാജാവിൻ്റെ വിധിപ്രകാരം തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് അവരുടെ കൂടെയുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിയുകയാൽ മൂസ് ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, അതിൽ ആ ഈഴവനെ കൊണ്ടുപോകണമെന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ രാജകൽപ്പന നടത്താതെ ഇരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ മൂസിൻ്റെ വാക്കിനെ വകവയ്ക്കാതെ അവരെ 3 പേരെയും കൊലസ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി. കഴുമരങ്ങൾ നാട്ടിയിരുന്നത് ഒരു പുഴയുടെ വക്കത്തായിരുന്നു. കഴുവേറ്റാനുള്ള കുറ്റക്കാരെ കഴുവിലിടുന്നതിന് മുൻപായി അവർക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും നിവൃത്തിയുള്ളതെല്ലാം സാധിപ്പിക്കുകയും അന്നത്തെ കാലത്തും ഇന്നത്തേതുപോലെ തന്നെ ഒരു പതിവായിരുന്നത് കൊണ്ട് അപ്രകാരമെല്ലാം ആ ഉദ്യോഗസ്ഥന്മാർ ഈ കുറ്റക്കാരോട് ചോദിച്ചു. അവരിൽ ആ 2 മുഹമ്മദീയര് ആഗ്രഹമൊന്നുമില്ലെന്നു പറഞ്ഞു. പക്ഷേ ആ ഈഴവൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഈ പുഴവക്കത്ത് നിൽക്കുന്ന തെങ്ങിന്മേൽ കയറി
ഒരു കരിക്ക് പറിച്ച് അവിടെ ഇരുന്ന് തന്നെ അത് കുടിച്ചാൽ കൊള്ളാമെന്ന് മാത്രം ഒരാഗ്രഹമുണ്ട് എന്ന് പറയുകയും ഉദ്യോഗസ്ഥന്മാർ അത് സമ്മതിക്കുകയും ചെയ്തു. അവൻ തെങ്ങുമ്മേൽ കയറിയാൽ താഴെ ഇറങ്ങാതെ ഓടിക്കളയാനും മറ്റും സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ആ ഉദ്യോഗസ്ഥന്മാർ അനുവദിച്ചത്. പക്ഷേ അനുവാദം കിട്ടിയ ക്ഷണത്തിൽ ഈഴവൻ ഒരായുധവും കൊണ്ട് തെങ്ങിന്മേൽ കയറി ഒരു കരിക്ക് പറിച്ചെടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അത് ചെത്തിത്തുളച്ച് കുടിച്ചു. പിന്നെ മന്ദം മന്ദം കീഴ്പോട്ട് ഇറങ്ങിത്തുടങ്ങി. അങ്ങനെ തെങ്ങിൻ്റെ മധ്യഭാഗത്തായപ്പോൾ അവൻ ആ പുഴയിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടി. ചാടിയ പാടെ നീന്തി മറുകരയിൽ കയറി രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാർ ശേഷമുണ്ടായിരുന്ന രണ്ടുപേരെയും തൂക്കിക്കൊന്ന വിവരം രാജാവിൻ്റെ അടുക്കൽ അറിയിച്ച കൂട്ടത്തിൽ കൂടെയുണ്ടായിരുന്ന ഈഴവൻ ഓടിപ്പോയി കളഞ്ഞുവെന്നും അവനെ കൊണ്ടുപോകണമെന്നില്ലെന്ന് വഴിക്ക് വച്ച് തന്നെ പരമേശ്വരൻ മൂസ് പറഞ്ഞുവെന്നും കൂടി രാജാവിനെ അറിയിച്ചു. ഉടനെ കൽപ്പനപ്രകാരം അന്വേഷണം നടത്തുകയും മൂസ് ഗുരുവായൂരുണ്ടെന്ന് അറിയുകയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് രാജസന്നിധിയിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോ രാജാവ് മൂസിനോട് ചോദിച്ചു, ഹേയ് മൂസ, ആ ഈഴവനെ കൊല്ലാൻ കൊണ്ടുപോയപ്പോ കൊണ്ടുപോകണമെന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ മൂസ് പറഞ്ഞു, അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം അവന് മരണലക്ഷണം ബാധിച്ചിരുന്നില്ല. അതിനാൽ കൊണ്ടുപോയാലും കൊല്ലാൻ സാധിക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജാവ് മൂസിനോട് ചോദിച്ചു, ഓഹോ, ആട്ടെ, എന്നാൽ ഞാൻ എന്നു മരിക്കുമെന്ന് മൂസിന് പറയാമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ മൂസ് പറഞ്ഞു, പറയാം, പക്ഷേ എങ്കിലും അതറിയുന്നത് എന്തിനാ എന്ന് രാജാവിനോട് ചോദിച്ചു. അത് കേട്ടപ്പോ രാജാവ് പറഞ്ഞു, അല്ല, വിശേഷിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഒന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ യഥാവസരം വല്ല സൽക്കർമ്മങ്ങളും ചെയ്യാമല്ലോ എന്ന് മാത്രം വിചാരിച്ചാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മൂസ് പറഞ്ഞു, മരണം എന്നെങ്കിലും ഉണ്ടാകുമെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ എപ്പോഴും ചെയ്യാം. അത് മരണ ദിവസം അറിഞ്ഞിട്ടേ ആകാവൂ എന്നില്ലല്ലോ. അവിടുന്ന് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വരും. ഞാൻ വന്നാൽ പിറ്റേ ദിവസം അവിടുന്ന് മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഉടനെ തന്നെ മൂസ് കൊട്ടാരത്തിൽ നിന്ന് പോയി. പിന്നെ 5-8 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം വൈകുന്നേരം മൂസ് പുന്നത്തൂർ കോട്ടയിലെത്തി. പിറ്റേ ദിവസം രാജാവിൻ്റെ തിരുനാളായിരുന്നു. അതിൻ്റെ ബഹളം കൊണ്ടും മറ്റും മൂസ് അന്ന് രാജാവിനെ കണ്ടില്ല. അത്താഴം കഴിച്ച് മൂസ് അവിടെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും കഴിച്ച് നമ്പൂരിമാരുടെ കൂട്ടത്തിൽ പോയിരുന്ന് അങ്ങോട്ട് ഊണ് കഴിച്ചു. മൂസ് എല്ലാവരെക്കാളും മുൻപ് ഊണ് കഴിച്ച് ക്ഷണത്തിൽ തന്നെ കൈ കഴുകി രാജസന്നിധിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ രാജാവ് ഉണ്ണാനിരിക്കുകയായിരുന്നു. രാജാവിന് ഉറത്തൈര് വിളമ്പിയ സമയത്താണ് മൂസ് അവിടെ എത്തിയത്. അങ്ങനെ ഉറത്തൈര് കൂട്ടി ഒരു ഉരുള ഉണ്ടപ്പോ രാജാവ്, ഹേയ്, എന്താ എനിക്ക് പതിവില്ലാണ്ട് എൻ്റെ തല തിരിയുന്നുവെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുകയും ഉടനെ തന്നെ 2 കവിൾ ചോര ഛർദ്ദിക്കുകയും ചെയ്തു. ഉടനെ തന്നെ മൂസ് അടുക്കലുണ്ടായിരുന്ന ഇളയ രാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തെ പിടിച്ച് മാറ്റിക്കിടത്തണം. അത് പുല്ലും മണലും വിരിച്ച നിലത്ത് കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അവര് അപ്രകാരം തന്നെ ചെയ്യുകയും അപ്പോഴേക്കും മൂസ് പുറത്തിറങ്ങി പോവുകയും ഉടനെ തന്നെ രാജാവ് മരിക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ പെരുമനത്തടുത്തുള്ള പനണ്യത്ത് ക്ഷേത്രത്തിൽ ആണ്ടുതോറും ഓത്തൂട്ട് എന്ന് പറഞ്ഞാൽ മുറജപം പോലെയുള്ള ഒരു അടിയന്തിരം അത് പതിവുണ്ടായിരുന്നു. അത് ഓരോ ദിവസവും ഓരോരുത്തരുടെ വകയായിട്ടാണ് നടത്തുക പതിവ്. ഓരോരുത്തരും എൻ്റെ പേർക്കുള്ളത് അധികം കേമാക്കണം, എൻ്റെ പേർക്കുള്ളത് അധികം കേമാക്കണം എന്നിങ്ങനെ വിചാരത്തോടുകൂടി മത്സരിച്ചാണ് അത് നടത്തിയിരുന്നത്. സാധാരണയായി ഓത്തൂട്ടിന് പകൽ നല്ല ഭംഗിയുള്ള ഒരു ഊണിൻ്റെ വട്ടം മാത്രമേ പതിവുള്ളൂ. എന്നാൽ സദ്യയുടെ കേമത്തമെല്ലാം
രാത്രിയിലാണ് പതിവ്. പഞ്ചസാര പായസം എടുത്ത് വിലക്കിയാൽ പോരാ, 2ഉം 3ഉം വാർപ്പ് നിറച്ച് ശേഷിച്ച് കിടക്കണം എന്നാണ് ഓരോരുത്തരുടെയും വിചാരം. പഞ്ചസാര പായസം ആർക്കും വേണ്ടാതെയായിട്ട് അധികം കിടക്കുന്നതിൻ്റെ കണക്ക് നോക്കിയിട്ടാണ് ആരുടെ പേർക്കുള്ള ഓത്തൂട്ടാണ് അധികം കേമമായതെന്ന് തീർച്ചയാക്കുക പതിവ്. ഇപ്രകാരമുള്ള ഓത്തൂട്ട് ഒരു കൊല്ലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പഴേടം എന്ന ഇല്ലപ്പേരായ ഒരു നമ്പൂരി കുളിപ്പുരയിൽ പോയി കിടന്നുറങ്ങി. ആ സമയത്ത് പരമേശ്വരൻ മൂസും അവിടെ ആകസ്മികാൽ ചെന്നു ചേർന്നു. മൂസ് കാലും മുഖവും കഴുകുന്നതിനോ മറ്റോ ആയിട്ട് കുളത്തിൽ ചെന്നിറങ്ങി നോക്കിയപ്പോ ഒരു കൂർക്കം വലി കേട്ടു. ഹേയ്, ഇതിപ്പോ ഇത്ര വലിയ കൂർക്കം വലിക്കണത് ആരാ എന്ന് കരയ്ക്ക് നിന്നിരുന്ന ചില നമ്പൂരിമാരോട് ചോദിച്ചു. അപ്പോ അവരെല്ലാവരും ചേർന്നു പറഞ്ഞു, ഹേയ്, അത് വേറെ ആരുമല്ല, പഴേടമാണ് എന്ന് മറുപടി പറഞ്ഞു. അത് കേട്ട ഉടനെ മൂസ് ആ നമ്പൂരിമാരോട് പറഞ്ഞു, അതെയോ, എന്നാ അദ്ദേഹത്തെ ക്ഷണത്തിൽ വിളിച്ചുണർത്തി അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുകയും ആ നമ്പൂരിമാര് അപ്രകാരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പഴേടം ഇല്ലത്തെത്തിയിട്ട് 2 നാഴിക കഴിയുന്നതിന് മുമ്പ് മരിക്കുകയും ചെയ്തു. ഈ പനണ്യത്ത ക്ഷേത്രത്തിൽ നിന്നും പഴേടത്തില്ലത്തേക്ക് ഏകദേശം ഒരു 4 നാഴിക ദൂരെയുള്ളൂ. ഇങ്ങനെ പരമേശ്വരൻ മൂസിന്റെ ദിവ്യത്വങ്ങള് ഇനിയും ഇശി പറയാനുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അസാമാന്യനായിരുന്നുവെന്ന് എൻ്റെ കഥാപ്രേമികൾക്ക് സ്പഷ്ടാവണ്ടല്ലോ ലേ. അതുകൊണ്ട് തന്നെ പരമേശ്വരൻ മൂസിനെ കുറിച്ച് ഇനി അധികം വിസ്തരിക്കണമെന്ന് തോന്നണില്ല. ഈ പരമേശ്വരൻ മൂസിന് നാരായണൻ എന്നു പേരായി ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നാരായണൻ മൂസും ഒരു നല്ല വൈദ്യനായിരുന്നു. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അധികമായിട്ടൊന്നും കേട്ടിട്ടില്ല. കേട്ടിട്ടുള്ള 1-2 സംഗതികൾ മാത്രം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. കൊച്ചി ദിവാനായിരുന്ന ശങ്കരവാര്യരുടെ പുത്രനും പ്രസിദ്ധനുമായിരുന്ന തോട്ടയ്ക്കാട്ട് ശങ്കുണ്ണി മേനോന് ബാല്യത്തിൽ സഹിക്കവയ്യാത്ത വിധത്തിൽ ഒരു വയറ്റില് വേദനയുണ്ടായി. അനേകം വൈദ്യന്മാര് പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ വേദന ഭേദാക്കാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. ഒടുക്കം ശങ്കരവാര്യർ ദിവാൻജി ആളയച്ച് നാരായണൻ മൂസിനെ വരുത്തി വിവരെല്ലാം അങ്ങോട്ട് പറഞ്ഞു. ഉടനെ മൂസ് ഒരു പൊടിക്ക് കുറിച്ചു കൊടുത്തു. ആ പൊടി ഉണ്ടാക്കി 3 നേരം അങ്ങോട്ട് സേവിച്ചപ്പോ കുട്ടിക്ക് നല്ല സുഖായി. വയറ്റിൽ ആ വേദന ശങ്കുണ്ണി മേനോന് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ചികിത്സ കഴിഞ്ഞതിനോടുകൂടി ദിവാൻജിക്ക് നാരായണൻ മൂസിനെ കുറിച്ച് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ ആയി തീർന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് 1022 ആണ്ട് നാടു നീങ്ങിയ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലേക്ക് ഒരു ശീലായ്മ ഉണ്ടാവുകയും ചില വൈദ്യന്മാർ ചികിത്സിച്ചിട്ട് അത് ഭേദമാകാതിരിക്കുകയും ചെയ്ത വിവരമറിഞ്ഞ് ശങ്കരവാര്യർ ദിവാൻജി എഴുതി അയച്ച് അനുവാദം വരുത്തി നാരായണൻ മൂസിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. സാധാരണയായി വൈദ്യന്മാർ ചെന്നാൽ രോഗവിവരം ചോദിക്കുകയോ അല്ലെങ്കിൽ തൊട്ടുനോക്കി അറിയുകയോ ചെയ്തുകൂടാ എന്നും നോക്കിക്കണ്ട് രോഗമറിഞ്ഞ് ചികിത്സിക്കണമെന്നുമായിരുന്നു തിരുമനസ്സുകൊണ്ട് നിശ്ചയിച്ചിരുന്നത്. ആ വിവരം ദിവാൻജി പറഞ്ഞിരുന്നത് കൊണ്ട് മൂസ് തിരുമുമ്പിൽ ചെന്നിട്ട് ഏകദേശം 1 മണിക്കൂർ നേരം ഒന്നും സംസാരിക്കാതെ നോക്കിക്കൊണ്ടു നിന്നു. അനന്തരം ചികിത്സ നിശ്ചയിക്കുകയും ചെയ്തു. ആ ചികിത്സ കൊണ്ട് ശീലായ്മ മിക്കവാറും ഭേദമാവുകയും ചെയ്തു. അങ്ങനെ ചികിത്സയുമായി മഹാരാജാവിൻ്റെ കൂടെ ഏകദേശം 1 മാസക്കാലം മൂസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മൂസിൻ്റെ സീമന്തപുത്രന് വിവാഹ നിശ്ചയം നടക്കേണ്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മൂസിന് ഉടനെ മടങ്ങിപ്പോകേണ്ടതായി വന്നു. ആ വിവരം തിരുമനസിനെ അറിയിച്ചപ്പോൾ തിരുമനസ്സുകൊണ്ട് മൂസിന് അനേകം സമ്മാനങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്ത് അങ്ങോട്ട് സന്തോഷിപ്പിച്ചയച്ചു. ഗംഭീരാശയനായിരുന്ന ആ തിരുമനസിലെ തൃക്കൈയിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുക എന്നുള്ളത് സാമാന്യക്കാർക്ക് സാധ്യമല്ലായിരുന്നു. ഈ നാരായണ മൂസിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ 1-ാമനും 2-ാമനും വിവാഹം കഴിച്ചിട്ട് സന്തതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് മരിച്ചുപോയി. പിന്നീട് 3-ാമനായ നീലകണ്ഠൻ മൂസ്
വേളി കഴിച്ചതിലുണ്ടായ സന്താനങ്ങളാണ് പിന്നീട് പ്രസിദ്ധന്മാരായി തീർന്ന നാരായണൻ മൂസും ദിവാകരൻ മൂസും. നാരായണൻ മൂസിൻ്റെ 4ാമത്തെ പുത്രനായ നീലകണ്ഠൻ മൂസും വൈദ്യശാസ്ത്രം വേണ്ടതുപോലെ പഠിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമം മുഴുവനും കുടുംബകാര്യങ്ങൾ സംബന്ധിച്ചായിരുന്നു. ഇനി രോഗികൾ വന്നാൽ ചികിത്സ നിശ്ചയിച്ച് പറഞ്ഞയക്കുകയും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ രോഗികളെ ചെന്ന് കാണുകയും മറ്റും ചെയ്തിരുന്നത് നാരായണൻ മൂസിൻ്റെ 4 മക്കളിൽ താഴെയുള്ള പുത്രനായ ഇട്ടീരമൂസായിരുന്നു. ഈ ഇട്ടീരമൂസ് കുട്ടഞ്ചേരി അപ്പൻ മൂസിൻ്റെ അല്ലെങ്കിൽ വാസുദേവൻ മൂസിൻ്റെ അടുക്കലാണ് വൈദ്യശാസ്ത്രം അഭ്യസിച്ചത്. ശാസ്ത്രാഭ്യാസാനന്തരം അദ്ദേഹം കുറച്ചു കാലം സ്വഗൃഹത്തിൽ തന്നെ താമസിച്ച് ചികിത്സകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം മൂകാംബികാ ക്ഷേത്രത്തിൽ പോയി 12 ദിവസത്തെ ഭജനം അതിനിഷ്ഠയോടുകൂടി നിർവിഘ്നം നിർവഹിക്കുകയും അക്കാലം മുതൽക്ക് ഇട്ടീരമൂസിൻ്റെ ചികിത്സയ്ക്ക് ഫലസിദ്ധിയും പ്രചാരവും പൂർവാധികം അങ്ങോട്ട് വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന കാലത്ത് കുറുവട്ടാവണമനയ്ക്കൽ മകൻ 2ാമൻ നമ്പൂരിപ്പാട്ടിലേക്ക് വാദസംബന്ധമായ ഒരു ദീനം അങ്ങോട്ട് ആരംഭിച്ചു. പല വൈദ്യന്മാരും പഠിച്ച പണിയെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ ദീനം ഭേദാക്കാൻ കഴിഞ്ഞില്ല. ഒടുക്കം ഇട്ടീരമൂസിനെ കൊണ്ടുപോയി രോഗിയെ കാണിക്കുകയും അദ്ദേഹം ഏതാനും ദിവസത്തെ ചികിത്സ കൊണ്ട് ആ ദീനം നിഷ്പ്രയാസം ഭേദപ്പെടുത്തുകയും ചെയ്തു. വാദസംബന്ധമായ രോഗങ്ങൾ സാധാരണ വൈദ്യന്മാർ ഭേദപ്പെടുത്തുന്നത് തൈലപ്രയോഗങ്ങൾ കൊണ്ടാണല്ലോ. എന്നാൽ ഇട്ടീരമൂസ് ഈ ദീനം ഭേദപ്പെടുത്തിയത് യാതൊരു വിധത്തിലും എണ്ണ ഉപയോഗിക്കാതെയാണ്. ഇത് ഒരത്ഭുതം തന്നെയാണല്ലോ. ഒരിക്കൽ ഈ ഇട്ടീരമൂസ് കരവന്നൂർ റോഡിൽ കൂടി പോയപ്പോൾ മൂക്കിൽ കൂടി ദശ വന്ന് പുറത്തേക്ക് തള്ളിയിട്ടുള്ള ഒരു രോഗിയെ യാദൃശ്ചികമായി കാണാനിടയായി. ആരും ആവശ്യപ്പെടാതെ തന്നെ മൂസ് സ്വയമേവ അവനെ വിളിച്ച് രോഗസ്ഥിതിയെല്ലാം ചോദിക്കുകയും അവൻ്റെ വാക്കിൽ നിന്ന് അവൻ ഒരഗതിയാണെന്നും പല വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും ആ രോഗം ഭേദാക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ മൂസ് അവനെ വിളിച്ച് അവിടെയുള്ള പാലത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അവൻ്റെ നാസാർശസ് എന്ന് വച്ചാൽ ഈ മൂക്കിൽ നിന്ന് ദശ വന്ന് പുറത്തേക്ക് തള്ളിയിട്ടുള്ള ആ ഭാഗം അത് പറിച്ചു കളഞ്ഞ് പുഴയിൽ കുളിപ്പിച്ച് സുഖപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇതിൽ നിന്ന് മൂസിനുണ്ടായിരുന്ന ദീനാദയാലത്വം, പരോപകാര തൽപരത, പ്രതിഫലേച്ഛയില്ലായ്മ, ചികിത്സാ നൈപുണ്യം മുതലായ ഗുണങ്ങൾ എൻ്റെ കഥാപ്രേമികൾക്ക് സ്പഷ്ടാണല്ലോ. ഈ അത്ഭുത കർമ്മത്തോടുകൂടി ഇട്ടീരമൂസിൻ്റെ പ്രസിദ്ധി അങ്ങോട്ട് ശതഗുണീഭവിച്ചു. അക്കാലത്ത് കൊല്ലവർഷം 1063 തീപ്പെട്ട കൊച്ചി വലിയ തമ്പുരാൻ തിരുമനസിലെ ഭാഗിനേയിയായ ഒരു കൊച്ചു തമ്പുരാട്ടിക്ക് ഒരു ശീലായ്മ തുടങ്ങി. അങ്ങനെ പല വൈദ്യന്മാർ ചികിത്സിച്ച് നോക്കിയിട്ടും കൊച്ചു തമ്പുരാട്ടിക്ക് അങ്ങോട്ട് ഭേദമായില്ല. ആ സമയത്ത് തിരുമനസിലെ സേവകനും ഇട്ടീരമൂസിൻ്റെ സ്നേഹിതനുമായിരുന്ന ചെറവത്തൂര് നമ്പൂരി പറഞ്ഞു, ഇട്ടീരമൂസിനെ വരുത്തി ചികിത്സിപ്പിച്ചാൽ ഈ ദീനം ഭേദാകും എന്ന് തിരുമനസിനെ അറിയിച്ചു. തിരുമനസ്സുകൊണ്ട് അത് പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ആളെ അയച്ച് മൂസിനെ വരുത്തി രോഗിണിയെ കാണിക്കുകയും ചെയ്തു. കണ്ടപാടെ രോഗകാരണം കണ്ടുപിടിച്ച് ചികിത്സിച്ച് കൊച്ചു തമ്പുരാട്ടിയുടെ ശീലായ്മ അജിരേണ ഭേദപ്പെടുത്തുകയും ചെയ്തു. അതു കണ്ട് തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് മൂസിന് പ്രതിമാസം 10 രൂപ ശമ്പളം പതിച്ച് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. എന്ന് മാത്രല്ല, മൂസ് തൃപ്പൂണിത്തുറയെ തന്നെ സ്ഥിരമായി താമസിക്കണമെന്ന് കൽപ്പിക്കുകയും അതിലേക്ക് കോട്ടയ്ക്കകത്ത് തന്നെ പ്രത്യേകമൊരു മഠം പണിയിച്ചു കൊടുക്കുകയും മൂസിന് ശമ്പളത്തിന് പുറമെ ഭക്ഷണാദികളായ സകല ചെലവുകളും കോവിലകം വകയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അക്കാലം മുതൽ ഇട്ടീരമൂസ് കോവിലകം വൈദ്യനായി വളരെ കാലം തൃപ്പൂണിത്തുറ തന്നെ താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം കോവിലകത്ത് മുറ്റമടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് മൂസ് അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്ഷണത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ അത് അനുസരിക്കാതിരുന്നതുകൊണ്ട് മൂസ് ആ വിവരം ഉടനെ തിരുമനസിനെ അറിയിക്കുകയും കൽപ്പന പ്രകാരം ചില സേവകക്കാർ ചെന്ന് അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും വീട്ടിലെത്തിയിട്ട്
ഏകദേശം 2 നാഴിക കഴിയുന്നതിന് മുൻപ് ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. ഇത് കൂടാണ്ട് ഒരിക്കൽ പാലിയത്ത് ഒരമ്മയ്ക്ക് ഒരു ദീനമുണ്ടായി. ആദ്യം തൊണ്ടയിൽ സ്വല്പമായ ഒരു വേദനയുണ്ടാവുകയാണ് ചെയ്തത്. അത് ക്രമേണ വർദ്ധിച്ച് വെള്ളം പോലും ഇറക്കാൻ പാടില്ലാത്ത വിധത്തിൽ ദുസ്സഹായി തീർന്നു. ഭക്ഷണമില്ലാതെയായപ്പോൾ ആ അമ്മ ഏറ്റവും ക്ഷീണിക്കുകയും പട്ടിണി കിടന്ന് തന്നെ മരിക്കുമെന്നുള്ള സ്ഥിതിയിലാവുകയും ചെയ്തു. പല നാട്ടുവൈദ്യന്മാരും ചില ഇംഗ്ലീഷ് വൈദ്യന്മാരും പലതും ചെയ്തു നോക്കിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇംഗ്ലീഷ് വൈദ്യന്മാർ പീച്ചാങ്കുഴൽ വച്ച് മലദ്വാരത്തിൽ കൂടി പാൽ അകത്ത് കടത്തി ഏകദേശം 1 മാസം വരെ പ്രാണരക്ഷ ചെയ്തുകൊണ്ടിരുന്നു. ഒടുക്കം അതും അസാധ്യമാണെന്ന് വന്നപ്പോൾ ഇംഗ്ലീഷ് വൈദ്യന്മാര് അതും ഉപേക്ഷിച്ച് പിന്മാറി. ഇത്രയുമായതിൻ്റെ ശേഷം പാലിയത്തച്ഛൻ ഇട്ടീരമൂസിനെ കൊണ്ടുവരാനായി തൃപ്പൂണിത്തുറയ്ക്ക് ആളയച്ചു. പാലിയത്തച്ഛൻ്റെ ആള് ചെന്നപ്പോൾ മൂസ് ആ വിവരം തിരുമനസിനെ അറിയിച്ച് അനുവാദം വാങ്ങിക്കൊണ്ടുപോയി പാലിയത്തെത്തി. ഉടനെ പാലിയത്തച്ഛൻ രോഗിണിയെ കാണിച്ച് വിവരമെല്ലാം പറഞ്ഞു. മൂസ് 2 ദിവസത്തെ ചികിത്സ കൊണ്ട് ആ ദീനം ഭേദമാക്കി ആ അമ്മ യഥാപൂർവം ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്തു. ആ ദീനം അമ്മയ്ക്ക് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് കൂടാണ്ട് ഒരിക്കൽ ഒരു തലവേദനക്കാരൻ മൂസിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് സഹിക്കവയ്യാതുള്ള ഒരു തലവേദന തുടങ്ങിയിട്ട് ഇശ്ശികാലായെന്നും പല വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും ഒരു ഭേദവും ഉണ്ടായില്ലെന്നും എണ്ണ കാച്ചി തേച്ചിട്ട് ഒരെണ്ണയും പിടിക്കുന്നില്ലെന്നും പറഞ്ഞു. മൂസ് അല്പം ഒന്ന് ആലോചിച്ചിട്ട് ആഴ്ച മുറയ്ക്ക് പതിവായി അവണക്കെണ്ണ തേച്ചു കുളിക്കാൻ പറയുകയും അങ്ങനെ ചെയ്തിട്ട് ആ മനുഷ്യൻ്റെ തലവേദന മാറിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ ഇട്ടീരമൂസിൻ്റെ ചികിത്സാ സാമർഥ്യത്തെയും അത്ഭുതകർമ്മങ്ങളെയും പറ്റി പറയുകയാണെങ്കിൽ ഇനിയും ഇശ്ശി പറയാനുണ്ട്. പക്ഷേ വിസ്താര ഭയത്താൽ അതിന് ഞാൻ മുതിരണില്ല. ഈ മൂസിൻ്റെ ചികിത്സാ നൈപുണ്യത്തെക്കുറിച്ച് സന്തോഷിച്ച് വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം 2 പ്രാവശ്യം 5 വീതം കൂട്ടി 20 രൂപയാക്കി. ആ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് 1063 ആണ്ട് തീപ്പെട്ടു പോയെങ്കിലും പിന്നീട് നാടുവാണിരുന്ന 1071 തീപ്പെട്ടു പോയ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും മൂസിനെ വിട്ടയക്കാതെ യഥാപൂർവം തൃപ്പൂണിത്തുറ തന്നെ താമസിപ്പിച്ചിരുന്നു. അങ്ങനെ ഇട്ടീരമൂസ് ഏകദേശം 32 കൊല്ലത്തോളം അവിടെ താമസിച്ചു. അപ്പോഴേക്കും ജ്യേഷ്ഠനായ നീലകണ്ഠൻ മൂസ് കാലധർമ്മത്തെ പ്രാപിക്കുകയും ഇട്ടീരമൂസിന് തറവാട്ടിൽ മൂപ്പ് സിദ്ധിക്കുകയും വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തീപ്പെട്ട് പോവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹം പിന്നീട് സ്ഥിരതാമസം തൃപ്പൂണിത്തുറ നിന്ന് മാറ്റി സ്വദേശത്ത് തന്നെയാക്കി. എങ്കിലും അദ്ദേഹം അവിടെ അധികകാലം താമസിച്ചില്ല. അദ്ദേഹം വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന സേതുസ്നാനം ഉടനെ നടത്തണമെന്ന് നിശ്ചയിച്ച് 1072 ആണ്ട് ധനുമാസമാദ്യം സ്വദേശത്ത് നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം സ്വന്തം ശിഷ്യനായ ഒരു നമ്പൂരിയെയും 2 പരദേശ ബ്രാഹ്മണരെയും കൂടെ കൊണ്ടുപോയിരുന്നു. അന്യദേശങ്ങളിലെ ഭക്ഷണം പിടിക്കായികയാലോ എന്തോ തൃശ്നാപ്പിള്ളിയിലെത്തിയപ്പോഴേക്കും മൂസിന് ഒരു അതിസാരം ആരംഭിക്കുകയും അത് മധുരയിലെത്തിയപ്പോഴേക്കും അത് വർദ്ധിച്ച് യാത്ര തുടരാൻ നിവൃത്തിയില്ലാതായി തീരുകയും ചെയ്തു. പിന്നെ കുറച്ച് ദിവസം മധുരയിൽ തന്നെ താമസിച്ചു. കൈവശമുണ്ടായിരുന്ന ചില ഗുളികകളും മറ്റും സേവിച്ചെങ്കിലും ക്രമേണ ദീനം വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്താ പറയുക, ജീവനാശമടുത്തൊരു രോഗിക്ക് ദിവ്യമെന്നാലും ഔഷധം പറ്റുമോ? ആ ധനുമാസം 13 തീയതി കാലത്ത് 9 മണിക്ക് ആ മഹാവൈദ്യൻ പരലോകത്തെ പ്രാപിച്ചു. മരിക്കുന്നതിന് സ്വല്പം മുൻപ് മൂസ് അടുക്കൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സ്വന്തം ശിഷ്യനായ നമ്പൂരിയോട് പറഞ്ഞു, പുണ്യാഹത്തിന് ഈ ദിക്കിൽ നമ്പൂരിമാരെ കിട്ടുന്ന കാര്യം അസാധ്യമാണ്. അതിനാൽ ശവശുദ്ധമാകാതെ ഇരിക്കാൻ കരുതിക്കൊള്ളണം എന്ന് പറയുകയും മരിക്കാറായപ്പോ സ്വയമേവ മെത്തയിൽ നിന്ന് മാറി തെക്കോട്ട് തലയായിട്ട് നിലത്ത് കിടക്കുകയും ചെയ്തുവത്രേ. എളേടത്ത് തൈക്കാട്ടില്ലത്ത് ഇപ്പോഴുള്ള മൂസന്മാരും നല്ല വൈദ്യന്മാരാണെന്നുള്ള പേര് സമ്പാദിച്ചിട്ടുള്ളവരാണ്. ആ കുടുംബക്കാരുടെ പ്രസിദ്ധി മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുവാൻ സർവേശ്വരൻ
സദയം സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എളേടത്ത് തൈക്കാട്ട് മൂസന്മാരുടെ വൈദ്യസംബന്ധമായ കൈപുണ്യത്തിൻ്റെ കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.